നാണിയാക്കാൻ്റെ അളിയനാണ്. അപ്പോൾ നമ്മൾ ടൂർ ഓപ്പറേറ്ററായ നാണിയാക്കാൻ്റെ അളിയനാണ്. അദ്ദേഹം നമ്മളെ സിയാറത്ത് ടൂറിൽ ഈ അജേരി ഈ പറഞ്ഞ ഏർവാടിക്ക് ഉണ്ടായിരുന്നു. ഏർവാടി പിന്നെ പിന്നെ മറ്റേ ഇവിടെ ദാതായത്തിലുണ്ടായിരുന്നു. അതെ അതെ. അപ്പൊ അജ്മീർ അജ്മീറിൽ നമ്മൾ ഒരുമിച്ചാണ്. ദാതായത്തിൽ പോയെന്ന് നാണിയാക്കാൻ ആലിയാഖാന്റെ ഒപ്പം പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടായിരുന്നു. ഏർവാടിക്ക് ദാതായത്തിലുണ്ടായിരുന്നു. അപ്പൊ ഇതില് പോരാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മൾ ഈ വീഡിയോ നമ്മൾ കളർഫുൾ ആക്കും ഇല്ല. അപ്പോൾ നമ്മളെ നാണിയാക്കാൻ്റെ പലവിധ വെറൈറ്റികളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ ഞങ്ങൾ ട്രെയിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ട്രെയിൻ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 മണിക്കാണ് ട്രെയിൻ ഈ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പുറപ്പെട്ട് കഴിഞ്ഞാൽ അഹമ്മദാബാദിൽ നാണിയൊക്കെ പറഞ്ഞ 24 മണിക്കൂർ ട്രെയിനിലിരിക്കണം. അപ്പോൾ ട്രെയിനിൽ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഉറങ്ങിയൊക്കെ ആവട്ടോ, ആ വീഡിയോ ഒന്നും കാണൂല. ഇറങ്ങുന്ന സമയത്ത് എന്തായാലും ഇൻഷാല്ലാ ഞങ്ങൾ വീഡിയോ കൊടുക്കും, കളർഫുൾ ആക്കും. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അല്ലേ, കമന്റ് ഒക്കെ ചെയ്യുക. അപ്പൊ നമ്മൾ ആദ്യം പല വെറൈറ്റി ഒക്കെ കാണട്ടെ നമുക്ക് ഇതിൽ. അപ്പൊ നമ്മൾ ഈ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പൊ അങ്ങനെ എല്ലാവരും യാത്രക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പൊ ആ ഇരിക്കണ താത്താരൊക്കെ ഞങ്ങളൊപ്പം ഉള്ളവരോട്ടോ. നമ്മൾ അബ്ദുള്ളാജിയാ കാണുന്നുണ്ട്, നാണിയൊക്കെ ഇരിക്കുന്നുണ്ട്. നാണിയൊക്കെ ഇരിക്കുന്നതൊക്കെ കുറിച്ചുള്ള പ്രശ്നങ്ങളുണ്ട്. വയനാട് അല്ല വേഗര അജര ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ ആൾക്കാർ നമ്മളെ വേങ്ങര കാക്ക ഫാമിലി ഇരിക്കുന്നത്. വേങ്ങര കാക്കൻ്റെ ഫാമിലി നമ്മൾ ദാതായത്തിൽ വേങ്ങര കാക്ക പിന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ആൾ കുറവാട്ടോ. നമ്മൾ ഒന്നാമത് ഈ ഡൽഹി അതുപോലെ തന്നെ ഈ ആഗ്ര ഇങ്ങോട്ട് പോകുമ്പോൾ നല്ല കാരണം 10 ദിവസത്തെ ഒരു ടൂർ പാക്കേജ് ആകുമ്പോഴേ എല്ലാവർക്കും ഒഴിവും കാര്യങ്ങളൊക്കെ വേണം. അതുകൊണ്ടാണ് ആൾ കുറച്ച് കമ്പി. എന്നാലും നമ്മൾ ഈ ടൂർ ഓപ്പറേറ്റർ പിന്നെ വീണ്ടും ഒരു 17 ആൾക്കാർ ഞങ്ങൾ ഈ കൂട്ടത്തിൽ വരാൻ പോവുകയാണ്. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ പരമാവധി എല്ലാം കവറൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങളൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അല്ലേ. അതെ. അപ്പോൾ നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഹൈദരാബാദ് ഇറങ്ങിയിട്ട് കാണാം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ അജ്മീർക്കുള്ള യാത്രയിലാണ്. സിയാറത്ത് ടൂറാണ്. നമ്മൾ നാണിയാക്കാൻ്റെ കൂടെ ഉണ്ട് സിയാറത്ത്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ കിടന്നു. പ്ലാറ്റ്ഫോമിൽ കിടന്നു. 12 മണിക്കുള്ള ട്രെയിനെ അന്വേഷിക്കുകയാണ് ഞങ്ങൾ. ഇപ്പോൾ ഏകദേശം സമയം 11:45 അപ്പോൾ ഞങ്ങൾക്ക് 18ാം നമ്പർ കമ്പാർട്ട്മെൻറ്റ്, അതായത് ഇത് കണ്ടോ കാണുന്നതാണ് 12. 18ലാണ് ഞങ്ങൾക്ക് കയറേണ്ട സ്ഥലം. അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നാണിയാക്ക മുന്നിലുണ്ട്, ഞങ്ങൾ ഒപ്പമുള്ളവരൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നാളെയൊക്കെ എന്തൊക്കെ ക്ലാസ്? അജ്മീർ, ഡൽഹി, ആഗ്ര, പഞ്ചാബ്, ഇങ്ങനെ 4 സ്ഥലങ്ങളിലേക്കാണ് പോണത്. അപ്പൊ എത്ര മണിക്കാണ് ട്രെയിൻ വരുന്നത്? ട്രെയിൻ എത്ര മണിക്ക്? 12:10 ട്രെയിൻ. 12:10. അപ്പൊ നമ്മളെ കൂടെ 30-35 പേരുണ്ട് അല്ലേ? നമ്മൾ 35 ആളുണ്ട്. നമ്മളവിടെ നിന്ന് ചെറിയമുച്ചിക്ക് 15 ആൾക്കാർ. ബാക്കിയുള്ളവര് വിടുന്നു അല്ലേ? ആ ട്രാവൽസിന്റെ പേരെന്താ പറഞ്ഞാണ്? ഗരീബ് നവാസ്. ഓഹോ, അതാണ് താഹിറാണ്. ഗരീമാജിന്റെ. ഇതിപ്പോ നമ്മളെ അളിയാക്കള് ഞങ്ങള് 10 ദിവസം കഴിഞ്ഞാണ് തിരിച്ചു വരിക. 10, അതായത് നമ്മൾ 26-ാം തീയതി രാത്രി ഇവിടെ ഇറങ്ങുന്നു അല്ലേ? 26-ാം തീയതി രാത്രി ഇവിടെ ഇറങ്ങും. അപ്പൊ ഇൻഷാല്ലാ നാളെ നമ്മളിപ്പോ എവിടെ ഇറങ്ങും പറഞ്ഞേ? നാളെ എവിടെയാ ഇറങ്ങും നമ്മള്? മറ്റന്നാള് നമ്മള് അഹമ്മദാബാദിൽ ഇറങ്ങും. മറ്റന്നാൾ അഹമ്മദാബാദിൽ ഇറങ്ങും. അതിന് ശേഷം അവിടുന്നാണ് നമ്മള് ഇറങ്ങിയിട്ട് വേറെ ട്രെയിനിൽ പോകും അജ്മീർക്ക്. ഫസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ പഞ്ചാബ്. അജ്മീറിലാണ് ഫസ്റ്റ് കാഴ്ച. അജ്മീറിൽ 3 ദിവസം തങ്ങും. അജ്മീറിൽ 3 ദിവസം. ഒരുപാട് കാര്യങ്ങൾ അവിടെ അജ്മീർ ഹാജിനെ ആ വീഡിയോ ഒക്കെ നമുക്ക് അടിപൊളിയാക്കണം. അടിപൊളി വീഡിയോ അടിച്ചുപൊളിയാക്കണം. നമ്മൾ അദ്ലാജി ഇതാണ് കുഴങ്ങിക്കിട്ട്. അദ്ലാന് കനുണ്ട്, ബാഗിൽ കനുണ്ട് അല്ലേ? അജയ് എന്തൊക്കെയാ വർത്താനം? അപ്പൊ നമ്മളെ മൂന്നാമത്തെ സിയാറത്താണ് അജ്മീർക്കിലെ. നീണ്ട 10 ദിവസത്തെ യാത്രയാണ്. ഇൻഷാല്ലാ ഞങ്ങൾ ഒപ്പമുള്ളവരാണ്. ബാഗ് മാനാണ് ഈ വരുന്നത്. മാന ബാഗ് തള്ളി വരികയാണ്. മാനങ്ങനെ ഒപ്പം ഭാര്യ ഉണ്ട് അല്ലേ? ഭാര്യയുണ്ട്.
പിന്നെ ഇരിക്കണവരൊക്കെ ഇപ്പൊ നമ്മളെ ഉള്ളവരാണ്. നമ്മളെ കമ്പനി പെട്ടതാണ്. കമ്പനി പെട്ട ആ ഇരിക്കണവര് നമ്മളെ പെട്ടാണല്ലേ, നമ്മളെ ഗ്രൂപ്പിൽ പെട്ട ആൾക്കാരാണ്. അവിടെ അപ്പുറത്ത് ഇരിക്കണേ 35 ആള്, 35 ടോട്ടൽ അല്ലേ. ഇവൻ ചിരിച്ചിട്ടുണ്ട്. ഈ 18 അടിയിലാണ്. അങ്ങനെ S3 അന്വേഷിച്ച് നിൽക്കുകയാണ്. M2 എത്തി. M1 S6 X3 ആയി. അപ്പോൾ നമ്മളെ കമ്പാർട്ട്മെൻറ്റാണ്. അതാണ് S5 ആയിട്ടോ. അത് ഇനിയിപ്പോൾ S4. നമ്മളേതാ S3 S4 ആണ് ഈ പോണത്. S3 ഇവിടെ ഇറങ്ങും. ഇതല്ലേ, ഇതാണ് S3. S3 ഇതാണ്. ഞങ്ങൾ ട്രെയിനിൻ്റെ ഉള്ളിലോട്ട് കയറി കേട്ടോ. ഞങ്ങൾ S3 കയറുന്ന കമ്പാർട്ട്മെൻ്റ് ആണത്. ഒരുപാട് ആൾക്കാരുണ്ട്, കിടന്നുറങ്ങുന്നുണ്ട്. അത് വലിച്ചെറിയ കയറിക്കോളി കയറിക്കോളി. കയറിക്കോളി കയറിക്കോളി. ഉള്ളിലോട്ട് കയറട്ടോ. നല്ല അടിപൊളി. കിട്ടിയോ? സീറ്റ് കിട്ടിയോ? ഉറങ്ങാണില്ലേ? അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ. ഇപ്പോൾ അഹമ്മദാബാദ് സ്റ്റേഷൻ്റെ ഇറങ്ങാനുള്ള പരിപാടി. സ്റ്റേഷനിൽ ഇറങ്ങുന്ന റിയൽ ലാൻഡ് ഡെവലപ്മെൻറ്റ്. നാണയൊക്കെ നിൽക്കണേ. ഇനി അടുത്ത് എങ്ങട്ടാ? നമ്മൾ അജ്മീർക്ക് പോവാ വേറെ വണ്ടിക്ക്. ഇവിടുന്ന് കിട്ടുക? ഇവിടുന്ന് ഇനി ഒരു 9 മണിക്കൂർ. 9 മണിക്കോ? അപ്പം അത്രയും സമയം അവിടെ നിൽക്കണം. യാത്ര. അപ്പം അത്രയും സമയം അവിടെ നിൽക്കണം നമ്മളല്ലേ? സമയമില്ല. ഇവിടെ 9 മണിക്കൂർ വണ്ടി കയറി. 9 മണിക്കൂർ യാത്ര അജ്മീർക്ക്. അങ്ങനെ. ഓക്കെ ഓക്കെ. പിന്നെ അജ്മീറിൽ നമ്മള് പഞ്ചാബിക്കാണ് പോകുന്നത്. പഞ്ചാബിക്ക്. അജ്മീർ പൊളി യാത്രയാണ്. അല്ല, അജ്മീരിൽ എത്ര ദിവസം ഉണ്ടാവും? അജ്മീർ 3 ദിവസം. 3 ദിവസം. അത് കഴിഞ്ഞിട്ട് പഞ്ചാബ്. പിന്നെ ഡൽഹി, ആഗ്ര. അവിടുന്ന് നമ്മൾ തിരിച്ച് നാട്ടിക്ക് പോരും. എവിടുന്ന്? ആഗ്രഹിന്നോ? ഇൻഷാ അല്ലാഹ് 7-ാം തീയതി ആകുമ്പോഴത്തേനടുത്തും. 2 ദിവസം ഉണ്ടാവും. അളിയാക്ക് കുറെ കേറിക്കുന്നു ഫ്രെയിമില്. മാസ്കിലാണല്ലേ? ഇവ എന്താ തണുത്തക്കണ്? തണുപ്പ് മാറിയിട്ടില്ല. എവിടെ അമീറോടെ? മുന്നത്തെ ആള്. എന്താണ് അമീർ? തൊപ്പിക്കാരോ? കോളേജ് കുട്ടികളുണ്ട്. ഓലെ നിൽക്കണം. അങ്ങനെ പരിചയപ്പെട്ടോ? കയ്യിൽ ആദ്യം
മോനവിടെ ഇരിക്കണം. അജ്മീറിലേക്കാണ് പോകണം. അപ്പോൾ നമ്മൾ അജ്മീറിലേക്ക് എത്ര കഴിഞ്ഞ് ഇവിടെ ഒരുപാട് ദൂരം പോകാണ്ട്. ഈ 8 മണിക്കൂറോളം യാത്ര ഉണ്ട്. ഈ സ്റ്റേഷൻ നല്ല വണ്ടി ഇവിടെ വർക്ക് ഇന്ത്യയിലെ ഏകദേശം സ്റ്റേഷനൊക്കെ പൊളിച്ചെന്നാക്കും. ഇവിടെ പൊളിച്ചു നടക്കുന്ന വണ്ടികളൊക്കെ ഇവിടുന്ന് വേറെ സ്റ്റേഷനിലേക്ക് മാറ്റി. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 9 കിലോമീറ്റർ ദൂരത്തുള്ള ഒരു സ്റ്റേഷനിലാണ് നമ്മുടെ വണ്ടിയുള്ളത്. അവിടുന്ന് നേരെ അജ്മീർ. ഏകദേശം ഒരു 6 മണിക്ക് നമ്മൾ അജ്മീർ എത്തും. ചായകളൊക്കെ കുടിക്കണ്ടേ, നമുക്ക് അവിടെ പോയി കുടിക്കാം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഓട്ടോറിക്ഷയ്ക്കാണ് നമ്മൾ അങ്ങോട്ട് പോകാം. 4 ആളുകൾ ഒരു ഓട്ടോറിക്ഷ കയറിയിട്ട് അടുത്ത സ്റ്റേഷനിൽ പോകും. അവിടുന്ന് വണ്ടി നമുക്ക് പിന്നെ നേരെ അവിടുന്ന് 9:30 മണിക്കാണ് വണ്ടി. സമയമുണ്ട്, ബാത്റൂമിൽ പോകാൻ സൗകര്യമാണ്. സമയമുണ്ട് കേട്ടോ. അവിടുന്ന് എത്ര മണിക്കാ? അവിടുന്ന് 9:30. അപ്പോൾ നമുക്കൊരു 7 മണിയിലാണല്ലോ പോകാണ്ട് പോലെ. അപ്പോൾ ഓട്ടോറിക്ഷ പിടിച്ച് പോവാം. അപ്പോൾ എൻ്റെ കൂടെ ഹാജര് വേക്കിലുണ്ട്. ഓട്ടോറിക്ഷക്കുള്ള പോക്കട്ടെ ഇനി അടുത്ത് 4 ആളുള്ള ഓട്ടോറിക്ഷകളല്ലേ ഈ കാണുന്ന കേട്ടോ. അഹമ്മദാബാദ് സ്റ്റേഷനാണ്. ഇവിടെ ഇപ്പം ഇറങ്ങിയിട്ടുള്ളത്. സമയം 7 മണി ആയിട്ടുണ്ട്. കടകളും ആൾക്കാർക്ക് വലിയ സ്റ്റേഷനായതുകൊണ്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ്. ബ്ലോക്കും വീണ്ടും ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ രാവിലെ ഓട്ടോറിക്ഷയ്ക്ക് പോകുന്ന തിരക്കാണ്. ഈ സ്റ്റേഷനിൽ നവീകരണാർത്ഥം സ്റ്റേഷനിൽ പോകും. നവീകരണാർത്ഥേ നമുക്ക് ഇവിടെ തന്നെ ട്രെയിൻ കിട്ടില്ല. അപ്പോൾ വേറൊരു വണ്ടിയിൽ പോകുന്നത്. അപ്പോൾ നാളെ എക്കരേക്ക് കയറി കൊടുത്തിട്ടോ. നാളെയൊക്കെ കയറി ഓട്ടോറിക്ഷയ്ക്ക് പോകണം. 50 കിലോമീറ്ററാണ്. 4 ആളാണ് പോണത്. സാബർമതി ബിരിയാണി സിറ്റി ആയിട്ട് ഓട്ടോയിലാ പോണ്. കാണണ്ടേ? പോയാൽ കാണൂലേ? കപ്പൽ തുറക്കുക. അവിടെയൊക്കെ കപ്പൽ വരുന്ന സ്ഥലം. അപ്പം ഇനി ഓൾഡ് സിറ്റിയിൽ നിന്ന് ന്യൂ സിറ്റിക്ക് നമ്മൾ പോകണം. സിറ്റിയിലേക്ക് പോവാണ്. 10 കിലോമീറ്റർ ഉണ്ടെന്നാണ് നമ്മളെ ഭായി പറഞ്ഞത്. ഞാൻ ഇത്ര പോവില്ല. ന്യൂ സിറ്റി ന്യൂ മെട്രോ പാലത്തിന്റെ അരികിലൂടെ ഇരുന്ന് കുഴങ്ങിയിരിക്കണ്. രണ്ടാമത്തെ സ്റ്റേഷനിൽ നമ്മൾ കയറിട്ടോ. എന്താണ് റെയിൽവേ സ്റ്റേഷന്. ഇവിടുത്തെ നമ്മളെ ഒപ്പമുള്ളവരൊക്കെ ഇങ്ങനെ ലഗേജ് വെക്കുക അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ട്രെയിന്. ഒപ്പമുള്ളവരൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുക. റെയിൽവേ സ്റ്റേഷന് മോഡലാക്കുന്നത്. it out.
ये एक ही प्लेट है आपके पीछे बस भैया के पास। വികസനം മുകളിൽ പാല് റോഡാണ് വികസനം റോഡ് ഈ സൈഡ് എടുക്കും മെട്രോ കാലാണ് ഫുള്ളും മെട്രോ കാലാണ് ഇതാണ് S5. ആ നമ്മുടെ ഇതാണ് സബർമതി റെയിൽവേ സ്റ്റേഷൻ അഹമ്മദാബാദിലെ. അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അജ്മീറിലോട്ടോട്ടോ നമ്മളെ യാത്ര. വൈകുന്നേരം ഏകദേശം ഒരു 5 മണിയാകുമ്പോൾ നമ്മൾ ട്രെയിനിനൊക്കെ ഇറങ്ങും. അതാ കാണുന്ന സബർമതി സബർമതി റെയിൽവേ സ്റ്റേഷൻ. വിശാലമായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. വർക്കുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. സംഗതി
आजा मोइनु दीदी ने पत्थर से जब कहा कल देखी एक उंगली से पत्थर वो रुक गया ये तो हाजा का करम है मेरे हाजा का करम है मेरे हाजा का करम है कभी कभी तो कोई नवाजे मेरा हाजा सदा नवाजे कभी कभी तो कोई नवाजे मेरा ख्वाजा सदा नवाजे मांगा किसी ने कतरा तो दरिया बहा दिया तो मेरे ख्वाजा का करम है ये तो ख्वाजा का करम है मेरे ख्वाजा का करम है जिसे देखो वो आमदता है दर कदर लुटाने पर ये क्या जादू किया तुमने मेरे ख्वाजा जमाने पर बदनसीबी का गिला करते हुए आते हैं लोग जब तक ठिकाना था तो कोई पूछता न था तुमने खरीद कर मुझे अनमोल कर दिया और मेरे ख्वाजा का करम है ये तो ख्वाजा का करम है मेरे ख्वाजा का करम है कभी कभी तो कोई नवाजे मेरा ख्वाजा सदा नवाजे कभी कभी तो कोई नवाजे मेरा ख्वाजा सदा नवाजे मांगा किसी ने कतरा तो दरिया बहा दिया मेरे ख्वाजा का करम है ख्वाजा का करम है तू बड़ा गरीब नवाज है मेरी झोली भर दे मेरी झोली भर दे या ख्वाजा झोली भर दे झोली भर दे ഇതാണ് അജ്മീരി അജ്മീർ രണ്ട് പകല് ഒരു 1.5 രാത്രി കഴിഞ്ഞ് അജ്മീർ ജംഗ്ഷനിൽ ട്രെയിൻ ഇറങ്ങാൻ പോകും. അപ്പോൾ ഇനി ഇവിടുത്തെ ഒരുപാട് വിശേഷങ്ങളുണ്ട് ഇന്ന് പങ്കുവയ്ക്കാൻ. അപ്പോൾ നേരെ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം. ഇതൊക്കെ ഹൈസ് സ്റ്റെപ്പിലാണ് നിങ്ങൾ എത്തുന്നുണ്ടാവുക. നമ്മളെ ബാഗ് പിടിച്ച് നിൽക്കുകയാണ്. അച്ചവയ്യൻ ഏതാണ് അജ്മീർ അങ്ങനെ ഞങ്ങളിവിടെ ഇറങ്ങിയിട്ടോ. അങ്ങനെ ഇറങ്ങി അങ്ങനെ ഓട്ടോറിക്ഷക്ക് ഉള്ള പരിപാടിയാണ്. ഇപ്പോൾ ട്രെയിൻ കയറി ഓവർബ്രിഡ്ജും കയറി അങ്ങനെ നടന്നുകൊണ്ട് ഓട്ടോറിക്ഷയ്ക്ക് പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ നടന്നുകൊണ്ട് ട്രാവലല്ലേ? ആ വെള്ളം വെച്ചിട്ട് എന്താ കാര്യം?
അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ പുറത്തിറങ്ങി ഓട്ടോക്ക് പോകാൻ വേണ്ടി അജ്മീറെത്തി ആ അതാണ് എങ്ങോട്ടേ പോകണം ഓട്ടോറിക്ഷ അറിഞ്ഞോ ആ ഓട്ടോറിക്ഷയ്ക്ക് അജ്മീർക്ക് പോകാണ് റെയിൽവേ സ്റ്റേഷൻ ഓവർ ബ്രിഡ്ജ് ഇറക്കി പോവുകയാണ് നമ്മൾ കയറില്ലേ കയറിക്കോളി ലഗേജൊക്കെ മേലെ ചോളി ലഗേജൊക്കെ മേലെ വെച്ചോളി നമുക്ക് ലാഭം ഉണ്ടാക്കാൻ എടുക്കുക जबरदस्ती हो एक आदमी और बैठा जाता है दिन लेके जाएगा ഇവിടെയൊക്കെ 20 ഉറുപ്പിയുള്ളൂ ഒരു ഓട്ടോറിക്ഷയ്ക്ക് ഗുഡ്സ് ഓട്ടോറിക്ഷയില്ലേ ബാറ്ററി വണ്ടിയില്ലേ എന്തൊരു വണ്ടി സെറ്റപ്പ് വണ്ടി ഞങ്ങളെ റൂമിലാണ് പോയിക്കാണ്ടേ കുളിച്ച് ഫ്രഷ് ആയിട്ട് മക്കപ്പറിക്കണ്ട് ഇറങ്ങും മക്കൂറ അടുത്ത് തന്നെ തൊട്ടടുത്താണ് ഇന്റർനാഷണൽ ലോഡ്ജാണ് AC റൂമാണ് രാവിലെ നമ്മൾക്ക് വേറെ വഴിക്ക് പോകാനുണ്ട് ഇന്ന് അജ്മീറിലെ ദർഗയിലെ നമ്മളെ അവിടുത്തെ ദുആയും കാര്യങ്ങളും പ്രാർത്ഥനയൊക്കെ കഴിയും എന്നിട്ട് നമ്മൾക്ക് മലയാളക്കാരെ ഹോട്ടലുണ്ട് അവിടെ ആ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഉഷാറായിട്ട് ഉറങ്ങും നാളെ രാവിലെ എണീറ്റിട്ടാണ് നമ്മൾ സെലുവാർ പോവാ ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഉള്ളൂ അക്ബറയിൽ 4 കിലോമീറ്ററോ ഓരോ ചെറിയ ഇറച്ചൊക്കെ കിട്ടും വില കുറവാണ് ഇവിടെ അല്ല ഈ ദർഗ എവിടെയാണ് ദർഗ ഇവിടെ തന്നെ 1 കിലോമീറ്റർ ഉള്ളൂ ഇപ്പൊ അജ്മീർ സിറ്റിയാണ് ഇതൊക്കെ അതൊക്കെ പഴയ തുണിയൊക്കെ ഉപയോഗമുണ്ടോ പഴയ തുണി വിൽക്കണതൊക്കെ പല സാധനങ്ങളും ഒക്കെ കിട്ടും ചോദിച്ചിട്ട് ഒട്ടകം ഇതാണ് അജ്മീർ സിറ്റി കാണാത്തൊരു മണി കണ്ടോളി അജ്മീർ സിറ്റി ഇങ്ങനെയൊക്കെ അജ്മീർ സിറ്റി നാനാക്കാക്ക് പിന്നെ വളരെ പരിചയമാണ് ഇവിടെ 4ാമത്തെ കൊല്ലല്ലേ 4ാമത്തെ പ്രാവശ്യം ഇവിടെ നല്ല പരിചയമാണ് പച്ചളം പോലെ ഈ അടിയിൽ കൂടെ കടന്നു വിട്ടണം ഗല്ലിയിലെത്തി ഇതിൽ കൂടി ഈ വണ്ടി തന്നെ പോകുള്ളൂ അല്ലേ വണ്ടിയിലേ ഉള്ളൂ